ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിരുന്നു പ്രവാസികൾക്ക് നോർക്ക ID കാർഡിന് എങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാമെന്നതിനെ കുറിച്ച്. ഇന്ന് അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിൽ നമ്മളെ കയ്യിൽ നോർക്ക കാർഡ് ഉണ്ടെങ്കിൽ അത് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈൻ വഴി എങ്ങനെ റിന്യൂ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അധികം നോർക്ക കാർഡ് മുമ്പ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും സംഘടനകൾ വഴിയൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ഓൺലൈൻ വഴി റിന്യൂ ചെയ്യുമ്പോൾ അതിന് യൂസർ നെയിമും പാസ്വേഡൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് മറ്റുള്ള സോഴ്സിൽ നിന്ന് എടുത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് കണ്ടെത്താം, അതിനുശേഷം നമുക്ക് എങ്ങനെ ഇത് ഓൺലൈൻ വഴി റിന്യൂ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കുന്നൊരു കാര്യം, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. നമുക്ക് ആ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോർക്കയുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പുതിയൊരു കാർഡിന് അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സൈൻ ഇൻ എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റു സോഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് അറിയില്ല. അപ്പോൾ താഴെ വന്നാൽ നിങ്ങൾക്ക് ഫോർഗെറ്റ് യൂസർ നെയിം എന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ 4-ൽ നിന്ന് ഏതെങ്കിലും ഒരു ഡാറ്റ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, അല്ലെങ്കിൽ നോർക്ക ID, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്. ഞാനിപ്പോൾ ഇവിടെ പാസ്പോർട്ടൊന്ന് സെലക്ട് ചെയ്തു. അതിൽ നിന്നും എൻ്റെ പഴയ പാസ്പോർട്ടാണ് ഞാൻ അന്ന് നോർക്കയിൽ കൊടുത്തത്. അപ്പോൾ ആ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുന്നു, ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് വരും. ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അതുപോലെ അന്ന് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ കാണാം. അതിന് തൊട്ടടുത്ത് എഡിറ്റ് എന്നൊരു ഓപ്ഷനും കാണാം. ഈ എഡിറ്റ് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് യൂസർ നെയിം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ലഭിച്ച യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യാം. പിന്നീട് നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് ഇപ്പോൾ പാസ്വേഡ് ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം ചോദിക്കും. അപ്പോൾ നമുക്ക് ലഭിച്ച ആ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യാം. അതിന് താഴെ ആ കോഡ് മേളിൽ കാണുന്ന കോഡും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. അപ്പോൾ പല സമയത്ത് OTP വരാറില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ വീണ്ടും വന്നിട്ട് ഫോർഗെറ്റ് യൂസർ നെയിം ഒന്ന് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഡാറ്റ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ആദ്യം കൊടുത്ത പോലെ തന്നെ പാസ്പോർട്ട് സെലക്ട് ചെയ്തു, പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്തു, താഴെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം വന്ന പോലെ തന്നെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് വന്നു. അതിന് തൊട്ടടുത്തായിട്ട് ലാസ്റ്റായിട്ട് നമുക്കൊരു എഡിറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ എഡിറ്റ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും യൂസർ നെയിമും കൂടെ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൊബൈൽ നമ്പർ ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി സെൻഡ് OTP എന്ന് കൊടുക്കുക. സെൻഡ് OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് വാലിഡേറ്റ് OTP ടു അപ്ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് പാസ്വേഡ് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ആ ഒരു പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ഇതിൽ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂസർ നെയിം നമുക്ക് ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, പാസ്വേഡ് നമ്മുടെ മൊബൈലിലോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആ മൊബൈലിൽ വന്ന പാസ്വേഡ് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു കാർഡ് ക്രിയേറ്റ് ചെയ്ത അതേ സെക്ഷൻ പോലെ തന്നെ പ്രവാസി ID കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാനൊരു ഓപ്ഷനായിരുന്നു വന്നിരുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഇപ്പോൾ നിങ്ങൾക്ക് റിന്യൂവൽ എന്നുള്ളത് ഇവിടെ ആക്റ്റീവായിട്ട് കാണാം. ആദ്യത്തെ പുതിയ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ റിന്യൂവൽ എന്നുള്ള ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അബൌട്ട് എക്സ്പയർ എന്നുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് വ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നിലവിലുള്ള കാർഡ് അതിൽ കൊടുത്ത ഡാറ്റ എന്തൊക്കെയാണെന്ന് നമുക്കിതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഈ ഒരു ഡാറ്റയിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലൊക്കെ നമുക്ക് റിന്യൂ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് വരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ബാക്കിൽ വന്നിട്ട് റിന്യൂ എന്ന് കൊടുത്തു. അപ്പോൾ റിന്യൂ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ നമ്മളൊരു പുതിയ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം ആ ഡോക്യുമെൻ്റ് ഒക്കെ എല്ലാം തന്നെ ഇതിലും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഒരു റിന്യൂ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക് അവിടെ ഉണ്ടാവും. കാരണം ആൾറെഡി നമ്മൾ കൊടുത്ത ഡാറ്റകളാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് വെച്ചാൽ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങൾക്ക് കാണാം ഇവിടെ 10ഓളം സെക്ഷനായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം തന്നെ 1 by 1 ആയിട്ട് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. പുതിയ കാർഡ് എടുക്കുന്ന ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ഇതുപോലെ 1 by 1 ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ഡ്യൂറേഷൻ നിങ്ങൾ വിസ ഡ്യൂറേഷനൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അപ്ഡേറ്റ് ഡോക്യുമെൻറ്റിൽ നിങ്ങൾ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം തന്നെ നമ്മൾ ആ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. 315 രൂപ. ഒരു പുതിയ കാർഡ് എടുക്കുന്നതും റിന്യൂ ചെയ്യുന്നതും എല്ലാം തന്നെ ഒരു ചാർജാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ നോർക്ക ID കാർഡ് റിന്യൂ ചെയ്യേണ്ടത്. എല്ലാ കൂട്ടുകാർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ഉപകാരമായെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത നല്ലൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.